ഞങ്ങളുടെ പറഞ്ഞാ നിൽക്കണ്ട, വണ്ടി എടുക്കാം. അറിഞ്ഞ മറ്റവന്റെ കൂടെ ക്ലാര പോയി. ക്ലാര അവന്റെ ഒപ്പം ഇറങ്ങിപ്പോയി. അതിന്റെ അത്ര വിളിക്കാൻ എന്താടാ അവൾക്ക് ഈ കിട്ടറ അവന്റെ ഇളി. കുമ്പളങ്ങ കുറച്ച് ചീഞ്ഞു പോയടത്. അതെ, അടിയറത്തെ കളയ്ക്കൂ. പഞ്ചസാര അങ്ങോട്ട് അരിഞ്ഞോട്ടെ. മാറ്റി മധുരം തോന്നുന്നു. പഞ്ചസാര കുറച്ചോടെ ഇടണോ? മതി മതി, പാതി അതിനകത്തോട്ട് വഴി. ബാക്കി കുപ്പിക്കകത്തെടുക്കും. ആ എന്താ ജെയിംസ്? അവര് പോയി ചിറ്റപ്പാ. എപ്പോ? ഡാരിയും കൂട്ടരും? അവരെത്ര പേരുണ്ടായിരുന്നു? വേണ്ട വേണ്ട വേണ്ട, നീ എടുത്തേടിയൊന്നും ചെയ്യണ്ട. എടാ, അടുത്ത ആഴ്ച നിന്റെ കയറിപ്പോക്ക് നടക്കില്ല. ഞാൻ വരാം, ഞാൻ ചെയ്തോളാം. ആ ടൂളൊക്കെ എവിടെ ഇരിക്കുന്നേ? തോക്കോ വാളോ രണ്ടും വേണ്ടി വരും. ഷാപ്പിൽ നിന്ന് ഒന്ന് എടുക്കാപ്രാ. ഇതേത് മൈ? ആ സാറേ, ഞാൻ അങ്ങോട്ട് വരാം. ആ, ടൂളൊന്നും വേണ്ട, വന്നേ. ആ രാരി വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. എന്താ പറ? കഞ്ചാവ്, മദ്യം, ഇതൊക്കെയായിരുന്നു കുറച്ചാളും പരി ആരെയും കൂട്ടിരും. ഈ നാട്ടിലെ ശല്യമായിട്ടിരുന്നവന്മാരാ. കേസുകൾ കൊണ്ട് പൊറുതി കിട്ടി, അവസാനം നന്നായി. അതിന് ഈ ഒലാനത്ര റെഡിപ്പുള്ളിയൊന്നുമല്ല. രാരി ഒരു നല്ല കാര്യം ചെയ്യണത് ആദ്യമായിട്ടാ. എന്താണോ ഇനി നടക്കാൻ പോണേ? ഒരു വെട്ടും കുത്തും എന്തായാലും നടക്കും. ഒലാനാന്റെ കുടുംബത്തേറെ രാരി കളിച്ചേക്കണം. ഈ തീട്ടപ്പിള്ളേരും കൂട്ടി കൊണ്ട് ക്ലാരച്ച് കൊണ്ടുപോകാൻ വന്നേക്ക്. വ്യാജക്കള്ള ഇളക്കാൻ പിന്നെ അവർക്ക് കൈ കാണുകയില്ല. തൻ്റെ തലയും പോയിക്കോ. സാറേ, ഞാൻ പറഞ്ഞ സത്യവാ. ഞാൻ കുറേ അനുഭവിച്ചു. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കും. താനാരാ? എന്റെ പെങ്ങളാ സാറേ. അമ്മയ്ക്ക് എന്നെ കുറിച്ചൊന്നും ഓർക്കായിരുന്നു. നിന്നെ കുറിച്ച് ഓർത്താ ഞാൻ ഇത്ര നാളും ജീവിച്ചത്. വലിയ കുടുംബം നോക്കി കെട്ടിച്ചയച്ചതാ എൻ്റെ വീട്ടുകാർ എന്നെ. നിന്റെ അച്ഛന് നിനക്ക് 1.5 വയസ്സുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത സ്വർണവും പണവും കൊണ്ട് നിന്റെ അച്ഛൻ മുങ്ങിയപ്പോൾ എനിക്ക് വേണേൽ ഇങ്ങേരുടെ പോകായിരുന്നു. അന്ന് ഞാൻ അതൊന്നും നോക്കില്ല. എന്നെ ഈ കുടുംബത്തിൻ്റെ മാനവമാണ് ഞാൻ നോക്കിയത്. അമേരിക്കയിലുള്ള നിന്റെ ഭാര്യയുടെ വാക്കും കേട്ടോണ്ട് നീ എന്നെ വൃദ്ധസനത്തിൽ കൊണ്ടാക്കാൻ പ്ലാനിട്ടപ്പോൾ നീ ഈ അമ്മയെക്കുറിച്ച് ഓർത്തോ? ഈ കുടുംബത്തിൻ്റെ മാനത്തെക്കുറിച്ച് ഓർത്തില്ല. ഇത്രയും നാൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും. കല്യാണം പോലും കഴിക്കാതെ ഞാൻ വരുമെന്നും പറഞ്ഞ് ഇത്രയും വർഷം കാത്തിരുന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി ജീവിക്കും. നാക്കിട്ടടിക്കാൻ ഇങ്ങോട്ട് പടി. കൊലയാടി മോനെ, ഞാനിവിടെ ഇരിക്കണതേ കഥയില്ലാ ജീവിതം കാണാനല്ല. അന്ന് പോയി ചോദിച്ചില്ലായിരുന്നോ? ഞാൻ പോയി ചോദിച്ചതാ. പെരുന്നാളൊഴിച്ച് വന്നിരിക്കുന്നു. അതിന് എന്ത് യോഗ്യത അടടാ നിനക്ക്?
എത്ര വർഷമായി? 40 വർഷമായി. ഇപ്പൊ എവിടെയുണ്ട്? പൂട്ടിയിട്ടിരിക്കാണ്. എവിടെ? ആ ഇടിഞ്ഞു പൊളിഞ്ഞ തറവാട്ടിലുണ്ട്. വിളിച്ചിറക്കിക്കൊണ്ട് ഒരാളുടെ ചങ്കൂറ്റുണ്ടോ? ഏ വിളിച്ചിറക്കിക്കൊണ്ട് ഒരാളുടെ ചങ്കൂറ്റുണ്ടോന്ന്? ചങ്കൂറ്റുണ്ട്. ക്ലാരേ, ക്ലാരേ, ഇറങ്ങി വാ ഇങ്ങോട്ട്. നമ്മളിനി ഒരുമിച്ച് ജീവിക്കും. നീ ഇറങ്ങി വാടി ഇങ്ങോട്ട്. എടി ക്ലാരേ, ഇറങ്ങടാ, ഇറങ്ങടാ, ഇറങ്ങി പോടാ. മോനെ, നീ അല്ലടാ അമ്മേനെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കാൻ നടക്കുന്ന തെണ്ടി. നീയൊക്കെ മരിക്കണ്ടാ. മോനെ, അവന്റെ അറിവില്ലായ്മ കൊണ്ടാ. വിട്ടേക്ക്. നിന്റെ അമ്മ കാരണം ഇപ്പൊ നീ പോയിക്കോ. ഞങ്ങളുടെ പുറകെ വരാൻ നിൽക്കണ്ടാട്ടാ. വണ്ടി എടുക്കാ. ഇവരെല്ലാത്തിനും പിടിച്ചകത്തിട. 2 ദിവസം അവിടെ കിടക്കട്ടെ. അവരെ പ്രായപൂർത്തിയായവരാ. അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. മനസ്സിലായണോ? രജിസ്റ്റർ വന്നോ? ആ വരാ പറ. അമ്മച്ചി പേടിക്കണ്ട, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നോട് പറഞ്ഞാൽ മതി. ആ മാലട്ടോ.